അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. രഘുവണ ഇടിവള കയറ്റിയ പിന്നെ ഇടിയുടെ പൂരവും. ഒന്നുമില്ല. അണ്ണൊന്ന് കാണാ. എവനാണ് ആള് പ്രകാശൻ. ഒരു മിനിറ്റ്. എന്തോന്നറിയ നീ ഭയങ്കര ഫെമിനിസ്റ്റാന്ന് കേട്ടല്ലേ? അല്ല രഘുണ്ണ, ഞാൻ അങ്ങനൊന്നും. ചേച്ചിമാരെ മാത്രം ഓട്ടോയിൽ കയറ്റു, ചേച്ചിമാര് താമസിക്കുന്ന ഏരിയയിൽ മാത്രം ഓട്ടം പോകും, നേരെയുള്ള വഴിക്ക് പോകാതെ മ്യൂസിയം വഴി കറങ്ങിയേ പോകുള്ളൂ. എന്തോന്നറിയ? മാത്രമല്ല ഓട്ടോക്കാരനെ ചേച്ചിമാർക്ക് മുട്ടായും കൂടെ കൊടുക്കും. വലിയ സേവനം തന്നെയല്ലേ? അല്ല ഞാൻ അനിയാ, അനിയനൊരു കാര്യം ചെയ്യും. ഈ വരണ പൊങ്കാലിക്ക് വരുന്ന ചേച്ചിമാർക്കെല്ലാം ഇവൻ വെള്ളം കൊടുക്കും. അതുവരെ നിന്റെ ആട്ട കൂടെ അല്ലണ്ണ, ഞാൻ അങ്ങനൊന്നും. നീ പൊങ്കാലിക്ക് വരുന്ന ചേച്ചിമാർക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ പൊന്നുവനെ ആറ്റുകാല അമ്മയാണ് നിന്നെ പെൺവേഷം കെട്ടിച്ച് കൊട്ടങ്ങളുടെ അമ്പലത്തിൽ നടക്കരുത് കേട്ടോ. കേട്ടാടേ പീറ്ററേ, വിളിച്ചിട്ട് പോയാ ഓടേ സനോടെ. എന്താടേ? അണ്ണാ, ഉത്സവത്തിന്റെ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഇട്ടേ. ഞാൻ കമ്മിറ്റി ഓഫീസിലോട്ട് വരാം. ആയിക്കോട്ടെ. അമ്മ ഇരിടെ. മക്കളെ, നീ ബാബുവിനെ വിളിച്ചായിരുന്നാ? ഞാൻ വിളിച്ചോളാം അമ്മ. മറക്കല്ലേ? വിളിച്ചോളാം. ഒരു മിനിറ്റേ. വലിയ അമ്മ ഭക്തനാണ്. അമ്മ എന്ന് പറഞ്ഞ ശ്രീകുട്ടാരി സേന പറ, എന്തു വന്ന്? അണ്ണാ, നമുക്ക് ചെറിയൊരു മക്കളെ, എന്റെ പേരെന്തരായിരുന്നു? രഞ്ജു. ആ പറയടേ. നമ്മുടെ പിങ്കു ഇല്ലേ, പിങ്കുവിന് ചെറിയൊരു പ്രശ്നം. ഇന്നലെ ഞങ്ങളാരും ഒന്നും ഇല്ലായിരുന്നേ. പയ്യ അങ്ങ് ഒറ്റയ്ക്കായി പോയി. അവനെ ഒരുത്തമൻ തല്ലി. അവൻ ചെല്ലാശുപത്രിയിലാണ്. നീ നമ്മുടെ പിങ്കിന്റെ കാര്യം തന്നെയാണ് പറയണത്? തന്നെ അണ്ണാ, പിങ്കുവിനെ അണ്ണൻ അങ്ങനെ മറക്കാൻ പറ്റൂലല്ലേ. ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ.